നമസ്കാരം. ഇന്ത്യയെ പോലെയുള്ള ഒരു രാജ്യം, ആ രാജ്യം UN സുരക്ഷാ കൗൺസിലിൽ സ്ഥിര അംഗമായാൽ അതിൽ ഏറ്റവും അധികം അഭിമാനിക്കുന്നത് ആരായിരിക്കും എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഇപ്പോൾ അത്തരത്തിലുള്ള ഒരു തുറന്നു പറച്ചിൽ വന്നിരിക്കുകയാണ്. ഇത് പറഞ്ഞിരിക്കുന്നത് മറ്റാരുമല്ല, തുർക്കിയുടെ പ്രസിഡന്റായ റജബ് തയ്യിബ് എർദോഗൻ തന്നെയാണ്. എർദോഗൻ പറഞ്ഞിരിക്കുന്നു, ഇന്ത്യയെ പോലെയുള്ള ഒരു രാജ്യം UN സുരക്ഷാ കൗൺസിലിൽ സ്ഥിര അംഗമായാൽ തീർച്ചയായും അത് തുർക്കിയെ സംബന്ധിച്ച് അഭിമാന നിമിഷമായിരിക്കും എന്ന്. നമുക്കറിയാം, ഏറെ കാലങ്ങളായി ഇന്ത്യക്ക് UN-ന്റെ സുരക്ഷാ കൗൺസിലിൽ സ്ഥിരാംഗമാകാൻ സാധിച്ചിട്ടില്ല. അവിടെ സ്ഥിരമായുള്ളത് 5 അംഗങ്ങൾ മാത്രമാണ്. P5 അംഗങ്ങൾ എന്നറിയപ്പെടുന്ന പെർമനന്റ് അംഗങ്ങളായിട്ടുള്ള 5 രാജ്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഇതിൽ ചൈന, ഫ്രാൻസ്, റഷ്യ, UK, US എന്നിവർ മാത്രമേ ഈ UN-ന്റെ സുരക്ഷാ കൗൺസിലിൽ ഒന്നിച്ചു നിൽക്കുന്നുള്ളൂ. ബാക്കിയുള്ള രാജ്യങ്ങൾക്ക് അവിടെ സ്ഥിര അംഗത്വം നൽകുന്നത് സംബന്ധിച്ചുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടയിലാണ് എർദോഗൻ ഇത്തരത്തിൽ വലിയ ശ്രദ്ധേയമായ ഒരു പരാമർശം നടത്തിയിരിക്കുന്നത്. റൊട്ടേഷൻ വഴി സെക്യൂരിറ്റി കൗൺസിലിൽ അംഗങ്ങളാക്കുക എന്ന ആവശ്യം നിരന്തരമായി പല രാജ്യങ്ങളും ഉന്നയിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യം നമ്മുടെ ഭാരതം തന്നെയാണ്. എന്തായാലും പെർമനന്റ് മെമ്പേഴ്സ് മാത്രമല്ല, ഈ P5 എന്നറിയപ്പെടുന്ന 5 രാജ്യങ്ങൾ മാത്രമല്ല, അതിലും എത്രയോ വലുതാണ് ലോകം എന്നുകൂടി എർദോഗൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്തുകൊണ്ട് എർദോഗനെ ഇത്ര പെട്ടെന്ന് ഇന്ത്യയോടൊരു സ്നേഹം തോന്നുന്നു? നമ്മുടെ ഭരണകൂടത്തെ, നമ്മുടെ രാജ്യത്തെയൊക്കെ എന്തിനാണ് തുർക്കി അംഗീകരിക്കുന്നത് എന്ന ഒരു ചോദ്യം ഇവിടെ പ്രസക്തമാണ്. കാരണം പല കാലഘട്ടത്തിലും ഇന്ത്യക്കെതിരായ നിലപാടുകൾ എടുത്തുകൊണ്ട് ശ്രദ്ധേയമായ രാജ്യമാണ് തുർക്കി. പാകിസ്ഥാനിലെ ഭീകരാതിക്രമങ്ങൾ വലിയ വാർത്തകളാവുന്ന സമയത്ത് തങ്ങൾ എപ്പോഴും പാകിസ്ഥാനൊപ്പമാണ്, അല്ലെങ്കിൽ കശ്മീർ വിഷയത്തിൽ പോലും പാകിസ്ഥാനൊപ്പമാണ് തങ്ങൾ നിൽക്കുന്നതെന്ന പരസ്യമായി നിലപാട് അറിയിച്ച തുർക്കിയാണ് ഇപ്പോൾ ഭാരതത്തിനൊപ്പം, അല്ലെങ്കിൽ ഭാരതം UN-ന്റെ സുരക്ഷാ കൗൺസിലിൽ സ്ഥിരാംഗമായാൽ തങ്ങൾ അഭിമാനിക്കുമെന്ന് തുറന്നു പറഞ്ഞിരിക്കുന്നത്. ഇതിന് ഒരേ ഒരു കാരണം മാത്രമേ ഉള്ളൂ. കാരണം കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുൻപ് തുർക്കിയെ ആകമാനം ഉലച്ചു കളഞ്ഞ ഒരു പ്രകൃതി ദുരന്തം സംഭവിച്ചിരുന്നു. ഒരു വലിയ ഭൂകമ്പം തുർക്കിയെ ഒന്നടങ്കം നശിപ്പിച്ചിരുന്നു. ആ സമയത്ത് എല്ലാ രാജ്യങ്ങളും തുർക്കിയെ കൈയൊഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ തുർക്കി ആരാണോ അവരുടെ വിശ്വസ്തർ എന്ന് വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോയത്, ഇവരൊക്കെ തുർക്കിയോട് മുഖം തിരിഞ്ഞു നിൽക്കുന്ന ഒരു കാഴ്ചയ്ക്ക് ലോകം സാക്ഷ്യം വഹിച്ചിരുന്നു. ആ സമയത്താണ് ഇന്ത്യ അവരെ കൊണ്ട് പറ്റുന്നതിലധികമായ സഹായങ്ങൾ തുർക്കിക്ക് ചെയ്തു കൊടുത്തത്. വലിയ ഒരു ധനസഹായം, അതിനൊപ്പം തന്നെ അവിടുത്തെ ജനങ്ങൾക്കുള്ള എല്ലാ സൗകര്യവും ചെയ്തു കൊടുത്തത് ഇന്ത്യ എന്ന രാജ്യം മാത്രമാണ്. ഈ ഇടപെടലിന് ശേഷം തുർക്കിക്ക് ഇന്ത്യയോടുള്ള നയങ്ങളിൽ വളരെ പ്രകടമായ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ചും അവർ ഇപ്പോൾ നിലവിൽ പാകിസ്ഥാനെ അനുകൂലിച്ചുകൊണ്ടുള്ള പ്രസ്താവനകൾ നടത്താറില്ല, അല്ലെങ്കിൽ ഭീകരവാദത്തെ ചെറുക്കാൻ ഇന്ത്യ നടത്തുന്ന ശ്രമങ്ങൾക്കൊക്കെ അവർ പ്രത്യേകിച്ച് ഒരു അത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റുകളോ പ്രസ്താവനകളോ ഒന്നും തന്നെ നടത്തുന്നില്ല. നമുക്കറിയാം, തുർക്കിയിൽ പലപ്പോഴും ഭീകരവാദികളെ വളർത്തിയെടുത്തത് ആര് ലോകത്തെന്ന ചോദ്യത്തിന് പോലും ലോകം പലപ്പോഴും ഉത്തരം നൽകുന്നത് എർദോഗന്റെ പേര് തന്നെയാണ്. എർദോഗൻ എപ്പോഴും ഭീകരവാദ സംഘടനകളെ, ഭീകരരെ ഒക്കെ അനുകൂലിക്കുന്ന ഒരു നിലപാടും ഉണ്ടായിരുന്നു. ഇവിടെ നിന്നെല്ലാമുള്ള ഒരു മാറ്റത്തിനാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന വാക്കുകൾ സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. അവർ പറയുന്നു, US-ഉം UK-യും ഫ്രാൻസും ചൈനയും റഷ്യയും മാത്രമല്ല, അതിലുപരിയായി ലോകം വളർന്നിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഇന്ത്യ UN-ന്റെ സുരക്ഷാ കൗൺസിലിൽ അംഗമായാൽ അതിൽ തീർച്ചയായും തുർക്കി കൂടി സഹായിക്കും, അല്ലെങ്കിൽ തുർക്കി കൂടി അതിന് വളരെ അഭിമാനത്തോടു കൂടി മുന്നിൽ നിൽക്കുമെന്നും. എന്തായാലും ഇനി ചൈനയ്ക്ക് ഇന്ത്യയുടെ ശ്രമങ്ങളെ തടയാൻ സാധിക്കില്ല. കാരണം ഇന്ത്യക്കുള്ള പിന്തുണ ഏറി വരികയാണ്. ഒരു സമയത്ത് നമ്മളെ വിമർശിച്ചിരുന്ന, നമ്മുടെ ശത്രുപക്ഷത്തിനൊപ്പം നിന്നിരുന്ന ആളുകൾ പോലും ഇന്ന് പറയുന്നു, ഞങ്ങൾ ഭാരതത്തെ പിന്തുണയ്ക്കും, ഭാരത മൊത്തത്തിൽ അത്തരത്തിൽ ഒരു സ്ഥിര അംഗത്വം ലഭിച്ചു കഴിഞ്ഞാൽ ഞങ്ങളും അതിൽ അഭിമാനമുള്ളവരായി തീരും എന്ന്. ന്യൂസ് ഡെസ്ക് ഇന്ത്യ മലയാളം.